ഹലോ ഗായ്സ്, നമ്മൾ എളുപ്പത്തിലും വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ റോസ്റ്റഡ് സേമിയ മേടിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ കാഷ്യൂ, ഉണക്കമുന്തിരി, തേങ്ങാക്കൊത്ത് ആരെങ്കിലും ഇടുമോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇട്ട് നോക്കിയപ്പം തേങ്ങാക്കൊത്ത് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളൊരു ഇതിലേക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. വറുത്ത് മാറ്റി വയ്ക്കുക. നല്ലതുപോലെ വറുത്ത് മാറ്റി വെക്കുക. ഈ നല്ലതുപോലെ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിലേക്ക്, ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുക. സേമിയ ഓൾറെഡി റോസ്റ്റഡ് ആണ്. പിന്നെ ചെറുതായിട്ടൊരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാലും 1/2 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവും തന്നെ നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു ബൗൾ പഞ്ചസാര ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് 1/2 ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ കൈ വിടാതെ ഇളക്കി നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ അതിൽ പാട കെട്ടാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ഒരു ബൗൾ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അധികം പഞ്ചസാര എടുത്തിട്ടില്ല. ആവശ്യമുള്ളവർ പഞ്ചസാര മധുരം ആവശ്യം വേണമെന്നുള്ളവർ കുറച്ചുകൂടെ കൂടുതൽ എടുക്കുക. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതെന്തായാലും ഇരുന്ന് കുറച്ചുകൂടെ കുറുകുന്നൊരു ഇതായതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇതിപ്പോൾ 1 ലിറ്റർ പാലുണ്ട്. 1 ലിറ്ററല്ല, 1/2 ലിറ്റർ പാലും ഒരു കപ്പ് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. അതായത് ഇങ്ങനെ ഇപ്പം ഒരുവിധം വെന്തൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ പാലും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ കുറുകിയെല്ലാം വന്നതിന് ശേഷം മാത്രം ലാസ്റ്റ് അവസാനം ചേർത്താൽ മതിയാവും. ഇതിപ്പോൾ ഏകദേശം ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇത് ഒട്ടി കിടക്കാതിരിക്കാനും വേണ്ടി കൂടിയാണ്. ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ പാലും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ 1/2 ലിറ്റർ പാലുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. പാൽ കൂടെ ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂവും ഇതും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഇരിക്കുന്നതിനനുസരിച്ച് തണുക്കുന്നതിനനുസരിച്ച് കുറുകി വരും. അപ്പം നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് കുറുകിയായിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ അപ്പം തന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് നേരം കഴിയുകയാണെങ്കിൽ ഇത് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ഇത്രയും സോട്ട് ചെയ്ത് വെച്ച സാധനം എല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു സ്പൂണ് നെയ്യും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ, ഈസി. ലാസ്റ്റ് പിന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അത് മെയിനാണ്. അത് ഏലക്ക പൊടിച്ചത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് കൊടുക്കുക. അവസാനം ഇതുപോലെ കിട്ടും. കുറച്ചുകൂടെ കുറുകിയാണ് ആവശ്യമെങ്കിൽ കുറച്ച് നേരം തണുക്കാൻ വയ്ക്കുക. അപ്പം നല്ലതുപോലെ കുറുകി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.